നല്ലൊരു ദോശ വേണോ, ദോശ തിന്നാൻ ആശയുണ്ടോ. ഹായ്, പാചകത്തിലെ പുത്തൻ പരീക്ഷണങ്ങളുമായി പച്ചമുളക് വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുക. പരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ഹോബിയായിട്ട് തന്നെ മാറിയിരിക്കുക. അതുകൊണ്ട് മനഃപൂർവ്വം പുതിയ പുതിയ സെഗ്മെൻറ്റുകളുമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് പച്ചമുളക് എത്തുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. ഇന്ന് ഈ പാട്ടും പാടി വന്നപ്പോൾ ഒരു ആഗ്രഹം, ഇന്ന് ദോശ കൊണ്ടൊരു പരീക്ഷണമായാലോ. നോക്കാം, ദോശ കൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ഇപ്പം ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും ഒരുപാട് ദോശ ടൈപ്പ് വെറൈറ്റി ഓഫ് ദോശാസം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ദോശ കൊണ്ടൊരു പരീക്ഷണമാവാം. പോവാം ലാബിലേക്ക്. സജന ചേച്ചി നമസ്കാരം, എൻ്റെ ലാബിലേക്ക് സ്വാഗതം. ഇതാണ് സജന ചേച്ചി. ചേച്ചിയാണ് ഇന്ന് ദോശ കൊണ്ടുള്ളൊരു പരീക്ഷണമാണ് ഇവിടെ ലാബിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇപ്പം എന്താണ് ചേച്ചി അതിന് വേണ്ടത്? എന്താണ് അതില് പിന്നെ ദോശമാവ്, വലിയ ഉള്ളി, ചപ്പ്, മുളക് പൊടി, തക്കാളി, പിന്നെ ഉപ്പ്, തേങ്ങ, ഇത് പിന്നെ ചട്നിക്കുള്ള സാധനങ്ങളാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഇത് ഉള്ളിൽ ഫില്ലിങ്സിന് 2 ചട്ടണിയും, ഒരു റെഡ് ചട്ടണിയും ഒരു ഗ്രീൻ ചട്ടണിയും. പിന്നെ വെജിറ്റബിൾ ഫില്ലിങ്സിനുള്ളതാണ് ക്യാരറ്റ്, പിന്നെ ചീസ്, പിന്നെ ക്യാബേജ്, പിന്നെ പെപ്പർ പൗഡർ. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സാധനങ്ങൾ അല്ലേ? ഇതിന്റെ പേര് എന്താണെന്ന് ദോശ വെജിറ്റബിൾ ആണോ? വെജിറ്റബിൾ ചീസ് ദോശ റോൾ. വെജിറ്റബിൾ ചീസ് ദോശ റോൾ. ആദ്യം നമുക്ക് റെഡ് ചട്ടണി ഉണ്ടാക്കാം. അതിന് ആദ്യം ഒരു സ്പൂണ് വെളിച്ചെണ്ണ, ഒരു സ്പൂണ്. നമുക്ക് ഫസ്റ്റ് ഉള്ളി ഇടാം. ഇനി കുറച്ച് തക്കാളി നമുക്ക് ആവശ്യത്തിന് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ അധികം ഇടാം. ഇനി വെളുത്തുള്ളി ഇത് ഫ്ലേവറിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. സ്വല്പം തേങ്ങ. അടുത്ത കറിവേപ്പിലയാണ്. ഇതിപ്പോൾ നമ്മൾ ദോശയുടെ കൂടെയുള്ള ചട്നിയാണ് ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ദോശ ചീസ് റോളാണ്. എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി. കുറച്ച് ചപ്പ്. ഇത് മല്ലിയിലയാണല്ലേ? മല്ലിയില. ഇതൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണല്ലേ? നമ്മളെ ചട്നിക്കുള്ള ഇത് തയ്യാറായി. ഇനി ഇത് മിക്സിയിൽ ഒന്ന് അടിക്കാം. ഇനി ഗ്രീൻ ചട്നി, ഇത് റെഡ് ചട്നി. ഇപ്പം നല്ല ചുവന്നതും പച്ചയുമായ 2 ചട്നികളാണ് നമ്മൾ ഈ ദോശയുടെ കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് ചട്നിന്റെ സാധനമൊക്കെ തയ്യാറായി. ഇനിയിപ്പോൾ ഗ്രീൻ ചട്നിന്റെ സാധനം അല്ലേ? തേങ്ങ ഇട്ട് ഉള്ളി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം, പിന്നെ ഉപ്പ് പാകത്തിന്, അവരുടെ ഉപ്പ് പാകത്തിന്, പിന്നെ കുറച്ച് ചപ്പ്. ഇത് വെള്ളം ഒഴിക്കാതെ ഇതേപോലെ അടിക്കുക. പച്ച ചട്നി. നമ്മുടെ പച്ച ചട്നി റെഡി. അപ്പോൾ നമ്മുടെ 2 ചട്നി റെഡി ആയിട്ടുണ്ട്, ചുവന്നതും ഗ്രീനും. ഇനിയിപ്പോൾ അടുത്ത് എന്താ ചേച്ചി? പനീർ ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ? ഒരു സ്പൂണ്, ജസ്റ്റ് കുറച്ച് മതി പനീർ. ഇത് എത്ര സമയം ചെയ്യേണ്ടി വരും ഇത് ഫ്രൈ ആവുന്നവരെ അല്ലേ? ഇത് നല്ലൊരു സ്മെല്ല് വരും. ഇത് നമുക്ക് ചൂട് തണിഞ്ഞിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിന് ഫില്ലിങ്സിനുള്ള സാധനം, വെജിറ്റബിൾ ഫില്ലിങ്സിന്റെ സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഉള്ളി, ശകല ഉപ്പ്, പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായതിന്റെ ശേഷം നമുക്ക് ക്യാബേജ് ഇടാം. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെജിറ്റബിൾസ്, അതിനകത്ത് ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളി ഇട്ടു, ഉള്ളിയുടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വരട്ടിയതിന് ശേഷം ഇപ്പോൾ ക്യാബേജ് ഇട്ടു. ഇനി ക്യാരറ്റ്. ഇനി അടുത്ത പെപ്പർ പൗഡർ, കറിവേപ്പില. ഇതെല്ലാം കൂടെ ഇട്ട് നമ്മളിപ്പം ഏകദേശം ആയിട്ടുണ്ടാവും അല്ലേ? ശകലം ബട്ടർ. കുട്ടികൾക്ക് വേണമെങ്കിൽ ബട്ടർ ഇടാം, മുതിർന്നവർക്ക് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ദോശ ഇങ്ങോട്ട് ചൂടുക അല്ലേ? പനീർ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് അത് ഈ വെജിറ്റബിളിലേക്ക് നമുക്ക് ഇടാം. ഇത് ഫില്ലിങ്സിനുള്ള, ഇത് നമ്മൾ ദോശയ്ക്കകത്തുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളിനകത്ത് പനീർ ഇട്ട് മിക്സ് ചെയ്യുക.
റെഡിയായി. ഫില്ലിങ്സും റെഡിയായി. ഇനി നമുക്ക് ദോശ ഇനി ദോശ ചുട്ടിട്ട് ബട്ടർ ഇട്ടിട്ട് ചൂടാം. പാന് ചൂടായി, കുറച്ച് ബട്ടർ എടുക്കുക. ബട്ടർ വേണം അല്ലേ? ദോശ ചുടുമ്പോൾ ശബ്ദമില്ലേ? ആഹാ. കുറച്ച് ബട്ടർ മേലിലും കൂടെ ഇട്ടെടുക്കാം അല്ലേ? ടേസ്റ്റ് ഇല്ലാതെ എന്ത് ജീവിതം. ഈ ദോശക്കല്ലി ദോശ അടക്കുമ്പോൾ പ്ലേറ്റ് വേണ്ടി നിൽക്കുന്ന ഒരു ശീലമായി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ ദോശ ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒന്നും കൂടി വേണം, ഒന്നും കൂടെ മേലെ വെക്കാനും. റെഡ് ചട്നി ഇതിൽ രണ്ടിലും അല്ല, ഒന്നില് റെഡ് ചട്നി. ഒന്ന് മുകളിൽ നമ്മൾ റെഡ് ചട്നിയാണ് തേച്ചത്, ഇപ്പൊ രണ്ടാമത്തെ ഗ്രീൻ ചട്നി. ഈ ദോശന്റെ പുറത്ത് ഇതിന്റെ ഉള്ളില് ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്യാം. നമുക്ക് ഇതിന്റെ കൂടെ മേലെ ചീസ് വെക്കും. ഇതിന്റെ പുറത്ത് ചീസ് കട്ട് ചെയ്ത് വെച്ചാൽ ഇത് റോൾ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ എന്താ പറയുക വെജിറ്റബിൾ ചീസ് ദോശ റോൾ അല്ലേ? ഇത് ചൂടോടെ, നല്ല ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെന്തായാലും ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു റീക്യാപ്പ് ഒന്ന് കണ്ടോളൂ. എണ്ണ ചൂടാവുമ്പോൾ സവാള, തക്കാളി, വെളുത്തുള്ളി, തേങ്ങ, കറിവേപ്പില, മുളകുപൊടി, മല്ലിയില എന്നിവ വഴറ്റി ചുവന്ന ചട്നി തയ്യാറാക്കുക. തേങ്ങ, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില എന്നിവ ചേർത്ത് പച്ച ചട്നി തയ്യാറാക്കുക. ഇനി ഫില്ലിങ്ങിനായി പാനിൽ എണ്ണ ചൂടാക്കി സവാള വഴറ്റുക. ഇതിലേക്ക് ക്യാരറ്റ്, കറിവേപ്പില, ഉപ്പ്, കുരുമുളക് പൊടി, ബട്ടർ എന്നിവ ചേർത്തിളക്കുക. പനീർ പൊടിച്ചതും ചേർത്താൽ ഫില്ലിംഗ് തയ്യാർ. ഇനി ദോശ ചുട്ടെടുക്കുക. തയ്യാറാക്കിയ ദോശകളിൽ ചുവന്ന ചട്നിയും പച്ച ചട്നിയും പുരട്ടുക. തയ്യാറാക്കിയ ഫില്ലിങ്ങും നിറച്ച് റോൾ ചെയ്യുക. ആവശ്യാനുസരണം മുറിച്ചുപയോഗിച്ചാൽ വെജിറ്റബിൾ ചീസ് ദോശ റോൾ തയ്യാർ. ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആയത്. എന്തായാലും ഇത് കഴിഞ്ഞു, മെയിൻ കോഴ്സ് കഴിഞ്ഞു, തീർന്നിട്ടില്ല. മധുരവുമായി പുറകെ വരും. അതിനു മുമ്പ് ഒരു കുട്ടി